അപ്പോൾ പാവക്ക ശർക്കര കൊണ്ട് അതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കാതെ പാവക്ക ഇഷ്ടമല്ലാത്തവരോട് കഴിച്ചു പോട്ടോ, അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ ഒരു പാവക്ക 2 ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ പാവക്ക ഇതേപോലെ അരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സ്പോഞ്ച് പോലുള്ള വേസ്റ്റ് ഒക്കെ ഒഴിവാക്കി കളയാം. എന്നിട്ട് ഇതേപോലെ നൈസാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കുക, കണ്ടില്ലേ. പിന്നെ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ 2 ശർക്കര ഉരുക്കി എടുത്തിട്ട് ഇതേപോലെ ശർക്കര പാനിയൊക്കെ എടുത്തോളി. പിന്നെ വേണ്ട സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കുക. ചട്ടി ചൂടായാലും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. പിന്നെ മുറിച്ച് വെച്ച പാവക്ക അതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് കോരി മാറ്റി കേട്ടോ. ബാക്കിയുള്ള എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 10 വെളുത്തുള്ളി അരിഞ്ഞെടുത്തത്, അത്ര തന്നെ ഇഞ്ചി, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു പിടി കറിവേപ്പില, അതുകൊണ്ട് ഇട്ടിട്ട് ഒന്നിട്ട് വഴറ്റിയെടുക്കുക. വഴന്ന് വന്നാൽ അതിലേക്ക് വാളംപുളി പിഴിഞ്ഞാണ്ട് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് മാറ്റി വെച്ച ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുത്തോളി. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്നാൽ അതിലേക്ക് വേവിച്ച് വെച്ച പാവക്ക ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതും കൂടി ഇട്ടിട്ട് ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. നല്ല കുഴമ്പ് രൂപത്തിൽ ഇതേപോലെ വറ്റിച്ചെടുത്തോളി. അപ്പോൾ നല്ല പാവക്ക ഇഞ്ചിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു വട്ടം തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഇഷ്ടമായാലും ഒരു ലൈക്ക് ഒന്ന് തരുന്നുണ്ട് കേട്ടോ.